അപ്പോൾ ഗൈസ് ആ കൊച്ചു മെസ്സേജ് അയച്ചില്ല. ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അത് സീൻ ചെയ്തത് മെസ്സേജ്. അതിന് റിപ്ലൈ ഒന്നും വന്നില്ല. എനിക്ക് തോന്നുന്നു അത് വലുതായിട്ട് റിയൽ ആണോ അല്ലെങ്കിൽ ഇപ്പോൾ ഡൗട്ട് അടിച്ച് കിടക്കുന്നുണ്ട്. വാട്സ്ആപ്പ് ബോയ്സും ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോക്കകത്തിന് അതിരാവിലെ എഴുന്നേറ്റിരിക്കുമല്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല ഇതുവരെയായിട്ടും. ഇന്നലത്തെ വീഡിയോക്കകത്ത് നിങ്ങൾ കണ്ടില്ലേ, ആ പെൺകൊച്ചി എനിക്ക് മെസ്സേജ് അയച്ചു രാവിലെ. അപ്പോൾ ആ കൊച്ചിൻ്റെ ഞാൻ പറഞ്ഞ് വേണമെങ്കിൽ ഞാൻ വന്നിട്ട് ഡയാലിസിസിൻ്റെ പൈസ തരാം, ഏകദേശം 6000 വരെയുള്ള ചിലവ് ഫുള്ള് ഞാൻ തന്നെ തരാമെന്ന് പറഞ്ഞ്. അതല്ലാതെ എക്സ്ട്രാ വല്ലതും ഉണ്ടെങ്കിൽ അവരെ തന്നെ കൊടുക്കണം. പിന്നെ ആ കൊച്ചിനെനിക്ക് ഇതും പറഞ്ഞ് എന്തുവാണ്, ഞാൻ വന്നു കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ അതിന് വിരോധം ഉണ്ടായില്ലെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആ കൊച്ചു പറഞ്ഞ് അമ്മയുടെക്ക് ചോദിച്ചിട്ട് പറയാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയുടെ ചോദിച്ചിട്ട് പറയാം. അതിനോട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുവരെ തിരിച്ച് റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. ഇനി അവിടം വരെ പോകണമെങ്കിൽ ഏകദേശം 70 കിലോമീറ്റർ ഉണ്ട് ആലപ്പുഴയിൽ നിന്ന് പോകണമെങ്കിൽ. അപ്പം 70 കിലോമീറ്റർ പോകാൻ കാറ് വേണം. കാറില്ല. കാറ് ഞാൻ അതിരാവിലെ ഒപ്പിക്കണം. അത് ഈ കൊച്ചു പറഞ്ഞാലേ ഒപ്പിക്കണമെന്നുള്ളൂ. അപ്പോൾ ഏകദേശം 70 കിലോമീറ്ററിന് ഞാൻ ഇവിടുന്ന് കാറിൻ്റെ ചിലവൊക്കെ എൻ്റെ തലയിൽ വരും. എന്തെങ്കിലും ആട്ടെ, പക്ഷെ കാർ ഒപ്പിക്കാനും മെനക്കേടാ ഇത് അതിരാവിലെ. അപ്പോൾ അതും ഒപ്പിക്കണം. പിന്നെ എൻ്റെ ക്യാമറമാനെ ഞാൻ വിളിച്ചെഴുന്നേപ്പിച്ച് ഈ സമയത്ത് അവനും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇപ്പം എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. ക്യാമറമാനെ വിളിച്ചെഴുന്നേപ്പിച്ച് ആ കൊച്ചു റിപ്ലൈ തന്നിട്ടില്ല. ഇനി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ കിടന്നു കഴിഞ്ഞാൽ വൈകുന്നേരം എഴുന്നേക്കത്തുള്ളൂ, ഉറപ്പാണ്. അപ്പോൾ ഞാൻ കിടക്കാനും പറ്റത്തില്ല, ഞാൻ വെയിറ്റ് ചെയ്യുക. എന്തായാലും കൊള്ളാം. എനിക്കിങ്ങനെ ഡിലേ ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. എനിക്ക് കുറച്ച് വർക്കുണ്ടായിരുന്നേ അതൊന്ന്. പക്ഷേ അവർക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം റിപ്ലൈ തന്നിട്ടില്ല. 6 ആയിക്കൊണ്ടിരിക്കുവാണ്. അവർക്ക് വേണമെന്ന് പറഞ്ഞല്ലേ റിപ്ലൈ തരാത്തത്. വല്ല അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അതാകുന്നില്ലെങ്കിൽ ഞാൻ കിടന്നുറങ്ങും. ഇത്ര നേരം വെയിറ്റ് ചെയ്ത് ഞാൻ മുഖമൊക്കെ കഴിയിട്ട് വെയിറ്റ് ചെയ്ത് തന്നിട്ടും റിപ്ലൈ ഒന്നും ഇല്ലാതെ സ്ഥിതിക്ക് ചിലപ്പം എനിക്കറിയത്തില്ല എന്താ പറയേണ്ടത് അതിനെക്കുറിച്ച്. എൻ്റെ ക്യാമറമാനെ ഇത്ര നേരം എനിക്ക് വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. അവനിപ്പോൾ കിടന്ന് കാണും. ശരി, ഞാൻ എന്തായാലും കിടക്കും. ഞാൻ കിടന്നു കഴിഞ്ഞാൽ ഇനി എന്തായാലും ഉച്ചയ്ക്ക് എഴുന്നേക്കത്തുള്ളൂ. ചിലപ്പോൾ വൈകുന്നേരം, ചെറിയൊരു ചാൻസ് ഉണ്ട് രാത്രി എഴുന്നേക്കാൻ. അതിലുമായിട്ട് ഗൈസ് ഞാൻ വലുതായിട്ട് കിടന്നില്ല കേട്ടോ. എനിക്കൊരു കൊറിയർ വന്നായിരുന്നു, അതിന് വേണ്ടി എഴുന്നേക്കേണ്ടി വന്ന്. അതിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതല്ലാതെ എനിക്ക് എഡിറ്ററുമായിട്ട്, പുതിയ എഡിറ്റർ, അവനുമായിട്ട് കുറച്ച് നേരം ഇരുന്ന് ഡീൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ എഴുന്നേറ്റ്. അപ്പോൾ ടെക്നിക്കലി ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്നെന്തായാലും ദിവസം ബോറായിരിക്കും. എനിക്ക് 9-10 മണിക്കൂർ ഉറക്കം വേണം, അത് കിട്ടിയിട്ടില്ല. അമ്മ പിന്നെയും തുണി മേടിക്കാൻ പോയിരിക്കും. അച്ഛൻ കടയിൽ പോയി. അപ്പോൾ എന്തായാലും അമ്മ ഇന്നലെ ഉണ്ടാക്കിയ ബീഫിൻ്റെ പകുതി ഇനിയും ഉണ്ട്. അത് ചൂടാക്കി മാത്രമേ അത് ചൂടാക്കാം. ആയിട്ട് പിന്നെ ചെമ്മീനും ഉണ്ട്, അതും ചൂടാക്കാം. അപ്പോൾ കണ്ടല്ലോ എങ്ങനെയുണ്ട്. ആൾക്കാർ പറയുന്നതിനൊക്കെ ക്യാറ്റ് ഫുഡ് കൊടുക്കരുതെന്ന്. ക്യാറ്റ് ഫുഡ് വേണ്ട, സ്ലോ പോയിസണാണ്. നിനക്ക് മീനൊക്കെ മേടിച്ച് തരണം. മീനായിരുന്നു ഈ കഴിച്ചുകൊണ്ടിരുന്നത്. ജസ്റ്റ് ഞാനിപ്പോൾ ഡയറ്റിലായതുകൊണ്ടാണ് മീൻ മാറി ഇപ്പോൾ ഈ ഫുഡ് കൂടിയത്. അല്ലെങ്കിൽ നീ ഡെയിലി ബീഫ് കഴിക്കേണ്ടി വരും. ഇതിന് കഴിക്കണമല്ലോ. അപ്പോൾ ഗൈസ് ആ കൊച്ചു മെസ്സേജ് അയച്ചില്ല. ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അത് സീൻ ചെയ്തത് മെസ്സേജ്. അതിന് റിപ്ലൈ ഒന്നും വന്നില്ല. എനിക്ക് തോന്നുന്നു അത് വലുതായിട്ട് റിയൽ ആണോ അല്ലെങ്കിൽ ഇപ്പോൾ ഡൗട്ട് അടിച്ച് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഈ ഒരു സ്പെസിഫിക് കേസ് എൻ്റർടൈൻ ചെയ്യുന്നില്ല ഞാൻ. ഇനി മതി. വല്ലതുകൊണ്ടിരുന്നത് അപ്പം തന്നെ ചെയ്യണമെങ്കിൽ അന്നും വീട്ടിൽ വരാൻ പോയത് അപ്പോഴും നടത്തിച്ചില്ല. ഇപ്പോൾ കോൾ ചെയ്തിട്ട് വന്ന് തരാമെന്ന് പറഞ്ഞപ്പം അതും വേണ്ടെന്ന്. അങ്ങനെ ചെമ്മീൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി എണ്ണ ഇടണം. ഇവിടെ ഞാൻ ബീഫും ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ തന്നെ ഉണ്ടായി കഴിക്കണമല്ലോ. എന്തൊക്കെയാണ് നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ. എനിക്ക് വന്ന് ആയെന്ന് കേട്ടോ. ആയി കാണും കുറച്ചുകൂടി തീ കൂട്ടിയത്. ഞങ്ങളുടെ ബീഫ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ചീസ് ഇട്ട് 4 സ്ലൈസ്. ചെമ്മീൻ ആയിട്ടുണ്ടായില്ലെന്ന് ചെറിയൊരു ഡൗട്ട്. ഇത് പെട്ടെന്ന് വരുന്ന സാധനമല്ല, ആയി കാണും. ഞാൻ അമ്മ ഇതുവരെ വന്നിട്ടില്ല. അമ്മ തുണി മേടിക്കാൻ പോയിരിക്കുക. ഇത് തൃശ്ശൂരാണെന്ന്. 4 മണിക്കൂർ 4.5 മണിക്കൂർ ഉണ്ട് ഇവിടുന്ന്. അമ്മ പല സ്ഥലത്തു നിന്നാണ് മേടിക്കും. ചിലത് ബാംഗ്ലൂരിൽ നിന്ന് മേടിക്കും കുറച്ചൊക്കെ, പിന്നെ കുറച്ച് നോർത്തിൽ നിന്ന് മേടിക്കും, പിന്നെ അങ്ങനെ പലയിടത്തു നിന്ന് മേടിക്കുന്നത്. അപ്പോൾ അമ്മ അവിടെ മേടിക്കാൻ പോയിരിക്കും. ഒറ്റയ്ക്കാ പോയാൽ എത്തിയിട്ടില്ല. ചെറിയമ്മമാരൊക്കെ ഇവിടുന്ന് ഫുഡ് കഴിക്കുവാണ്. ഫുഡ് ഇന്നലെ കുറേ പ്രാക്ടീസ് ചെയ്തതാണ്. 4 ആംസ് കണ്ട പൊങ്ങുമായിരിക്കും. നോക്കാം. ഇന്നലെ എത്ര പൊങ്ങുന്നുണ്ട് അത്ര പോലും പൊങ്ങുന്നില്ലല്ലേ. ചേറുപൊക്കി എൻ്റെ കൈയുടെ കോലം കണ്ട. ഇവ ഫുള്ളും ഞരമ്പിറങ്ങി തടിച്ചിരിക്കുന്നു, എന്നിട്ട് പൊങ്ങുന്നില്ല. ഞാൻ രാവിലെ പറഞ്ഞൊരു പാർട്സിന് വന്നിട്ടുണ്ടെന്ന്. സാറേന്ന് എനിക്ക് ഡ്രസ്സ് വന്നിരിക്കുകയാണ്. ഇത് കൊള്ളാവുള്ളത് ഇപ്പം നോക്കാം. കണ്ടു സിന്ധു, നിനക്കും ഡ്രസ്സ് വേണോ? വേണ്ടല്ലേ? കീറി പറഞ്ഞിട്ട് വെറുതെ ഒട്ടിച്ച് വെച്ചണ കൊണ്ടല്ലേ. നീ എന്തിനാ ഇടക്ക് വരുന്നത്? നിനക്ക് തുറക്കണ? നിനക്കല്ല ഈ ഡ്രസ്സ്. നിനക്കല്ലടാ ഡ്രസ്സ്. ഇവിടെ അകത്തോട്ട് തലയിടാ. മാറ എടാ നഖം കയറ്റുന്നു എൻ്റെ പേര്. നീ താഴ്ത്തുവോ? ഞാൻ 3 ഡ്രസ്സ് ഓർഡർ ചെയ്തായിരുന്നു. ആദ്യത്തെ ഇതാണ്, നെറ്റാണ്. ഒടുക്കത്ത് പോയിട്ടില്ല. ഞാൻ കുളിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. പുതിയ ഡ്രസ്സല്ലേ, അപ്പം മനസ്സിലായില്ലേ. ഇത് പക്ഷേ എനിക്ക് ഒന്ന് കറക്റ്റ് ഫിറ്റ് ആയിരിക്കും കേട്ടോ. ഇപ്രാവശ്യം ടാഗ് ഒന്നും പോട്ടില്ല. ടാഗ് ഓടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വെള്ള ഡ്രസ്സ് തിരിച്ച് അയക്കാൻ പറ്റിയില്ല. കുറച്ച് വെയിറ്റ് ഉണ്ട്, പക്ഷെ എന്നാലും കണ്ടിട്ട് കൊള്ളാം കേട്ടോ. കൊള്ളാമല്ലേ?
ആദ്യത്തെ പർച്ചേസ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നില്ല, നീ കുറെ റിട്ടേൺ ആയില്ലേ, നീ റിട്ടേൺ വൈകി എനിക്ക്. ഇതായത് ഞാൻ മേടിക്കുന്നില്ലായിരുന്നു, ഫ്ലവർ ഒക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ചിലപ്പം നല്ലതായിരിക്കും എന്റെ മേലെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞ് മേടിച്ചു. ഈ ഫ്ലവർ പ്രിന്റ് അല്ല, ഇതിന്റെ പൊക്കത്ത് എംബ്രോയിഡറാ, എന്താണ് പറയുന്നത്, ഇങ്ങനെ മറ്റേ ഇത് തയ്ച്ചു വെച്ചിരിക്കുക. കുഴപ്പമില്ല കേട്ടോ, ലൂസ് ഫിറ്റ് ആണ്, അത്രയ്ക്ക് ലൂസ് അല്ല, എന്ന് വെച്ചാൽ കറക്റ്റ് ഫിറ്റ് ആണെന്ന് തോന്നുന്നു. ഇത് റിട്ടേൺ ചെയ്യുന്നില്ല. ഇതിന്റെ കണ്ടത് ഈ പൂ കാണാവാ. ഇത് 3 കമ്പയർ ചെയ്താൽ കുറച്ച് ഒരു ചാക്ക് കണക്കുണ്ട്, എന്നാലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ 3 ഏറ്റവും ലുക്ക് ചെറുതായിട്ട് കുറവായിരിക്കും. ഫൈനലി ബോയ്സ് 3 മേടിച്ചിട്ട് റിട്ടേൺ ചെയ്യേണ്ടി വന്നില്ല. ഞാൻ കമന്റ് വായിക്കുമായിരുന്നു, അപ്പോൾ അതിനകത്ത് പറയുന്നത് ഡൈനോമീറ്റർ മേടിച്ചിട്ട് ഗ്രിപ്പ് സ്ട്രെങ്ത് ചെക്ക് ചെയ്യാൻ. നല്ല ഐഡിയ ആണല്ലേ. ഡൈനോമീറ്റർ വലിയ വില കാണത്തില്ല, 3000-4000 വിലയാണ്, എന്നാലും 3000-4000 കാണത്തുള്ളൂ. ഇതാണ് ഡൈനോമീറ്റർ. ഇതെങ്കിൽ ഇത് എന്നാലും ഓർഡർ അടിക്കും. അപ്പോൾ എനിക്ക് കൊടുക്കത്തെ ക്യൂരിയോസിറ്റി എൻ്റെ ഗ്രിപ്പ് സ്ട്രെങ്ത് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ തന്നെ ആ ചെയർ പൊക്കാൻ വേണ്ടി ഞാൻ ഗ്രിപ്പ് സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ ഇത് വെച്ച് എനിക്ക് മനസ്സിലാക്കാനും പറ്റും ഗ്രിപ്പ് സ്ട്രെങ്ത് കൂടുന്നുണ്ടായില്ല എന്ന്. 11 മണിയാ, പക്ഷെ അമ്മ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ കോളും വിളിച്ചു നോക്കി, ഫോണൊന്നും എടുക്കുന്നുമില്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് ഉറങ്ങിയിട്ടില്ല, അപ്പോൾ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. രാവിലെ സമയത്തും കാലത്ത് ഉറങ്ങാൻ പോയി ഞാനായിരുന്നു, എനിക്കൊരു മെസ്സേജ് വന്ന് ഉറങ്ങിയില്ല. കിറുക്കി മാറ്, അമ്മ റിലേറ്റീവുടെ വീട് വരെ എത്തിയിട്ടുണ്ട്, അവിടെ പോയി വിളിക്കണം. കുറേ ലേറ്റാണ്, 12:30 എന്നിട്ടാണ് അമ്മ എത്തുന്നത്. ഇവളെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റി അടുത്ത വണ്ടിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഞാൻ ലൊക്കേഷനിലെത്തി. അമ്മ എവിടെ? അമ്മേ, എനിക്ക് കഴിക്കാൻ അറിയില്ല, വീട്ടിൽ നിന്ന് ഫുഡ് അടിയാണല്ലേ. ആണോ, ശരി. ചായ കുടിക്കുന്നതിന് മിണ്ടുന്നില്ലല്ലോ കക്ഷി. അപ്പോൾ അമ്മ എന്തായാലും കിടന്ന്, ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് ആഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണെന്ന് തോന്നുന്നു, കേസരിക്കുന്ന കേസിൻ്റെ ഒന്നും ആവശ്യമില്ല, അതെ മുട്ടയും ചീസും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ, നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, പീസ്.